ഹലോ മക്കളെ, നമ്മുടെ +2 ഫിസിക്സ് ക്രിസ്മസ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത് നമ്മൾ ഹിസ്റ്റോറിക്കൽ എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 6 വർഷം വന്ന പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാ നമ്മുടെ +2 പഠിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ തന്നെ ഒരു 39 മാർക്ക് വേർത്തായുള്ള ചോദ്യങ്ങളാണ്. ഒബ്വിയസ്ലി എല്ലാം കൂടെ 39 മാർക്കിന് പരീക്ഷ പേപ്പറിൽ ഉണ്ടാവില്ല. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 20-25 മാർക്സ് ഇതിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ വെറുതെ അടിച്ചു വിടുന്നല്ല, നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഇതൊക്കെ പഠിച്ചില്ലെങ്കിൽ പോയി പഠിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി വരുന്ന ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയിരിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പബ്ലിക് എക്സാമിന് വേണ്ടി ഇതൊക്കെ പഠിക്കണമെങ്കിൽ നമ്മുടെ റിവിഷൻ ബാച്ചിലൊക്കെ അഡ്മിഷൻ എടുക്കുക, മര്യാദക്ക് പഠിക്കുക. ഫസ്റ്റ് ഉള്ള സാധനമാണ് സീരീസ് LCR സർക്യൂട്ട് ആൻഡ് റെസൊണൻസ്. ബേസിക്കലി നമ്മുടെ സീരീസ് LCR സർക്യൂട്ടില്ലേ, അതിൻ്റെ ഇംപിഡൻസ് ഫേസർ ഡയഗ്രാം വെച്ചിട്ട് ഡിറൈവ് ചെയ്യാൻ പറയും. ഇംപിഡൻസിൻ്റെ Z-ൻ്റെ ഇക്വേഷൻ. അപ്പോൾ അത് എപ്പോഴും ചോദിക്കുന്നതാണ്. എപ്പോഴും എന്ന് പറഞ്ഞാൽ 2024, 23, 22, 21, 20 ക്രിസ്മസ് എക്സാം നടന്നില്ല, കോവിഡ് ആയതുകൊണ്ട്. 19, 18, 17 എല്ലാ വർഷങ്ങളിലും ഒരു 5 മാർക്ക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ 4 മാർക്ക് ആയിരിക്കും, പക്ഷേ ഏറ്റവും കൂടുതൽ വന്നിട്ട് 5 മാർക്ക് ചോദ്യമായിട്ടാണ്. അപ്പോൾ ഇത് പഠിച്ചില്ലെങ്കിൽ പഠിച്ച് വെച്ചോളാം. ഏതാണ് ചാപ്റ്റർ എന്ന് മനസ്സിലാവുന്നില്ലേ? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആട്ടോ. ഓക്കെ, രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് റിഫ്രാക്ഷൻ ത്രൂ പ്രിസം. ഒരു പ്രിസത്തിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് റിഫ്രാക്ഷൻ നടക്കുക? അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റിലേഷൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സാധനം എപ്പോഴും ചോദിക്കുന്ന 2024, 23, 19, 18, 17 എല്ലാ വർഷങ്ങളും ചോദിച്ചിട്ടുണ്ട്. 22 മാത്രമേ ചോദിക്കാത്തതുള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നില്ല. 4 മാർക്ക് ഡെറിവേഷനാണ്, പഠിച്ചു പോയിക്കോളൂ. റേ ഓപ്റ്റിക്സ് ആട്ടോ. നെക്സ്റ്റ് വീണ്ടും AC ജനറേറ്ററിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ എക്സ്പ്ലെയിൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ വിത്ത് ഡയഗ്രാം പഠിക്കുക. ഡിറൈവ് ഇൻസ്റ്റന്റേനിയസ് EMFൻ്റെ ഇക്വേഷൻ. ഓക്കെ, ബേസിക്കലി E=E0 sin ωt എന്ന് പറഞ്ഞ സാധനം ഡിറൈവ് ചെയ്ത് നിങ്ങൾക്ക് വെക്കാൻ പറ്റണം. ക്ലിയർ ആണല്ലോ? ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. 5 മാർക്സിനാണ് ഈ ചോദ്യം വരാൻ പോവുക. ഓക്കെ, ഫോർത്ത് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ് ഈ സാധനം. 1/f നമ്മൾ ഉപയോഗിക്കുക n2/n1 - 1 × 1/r1. ഇതാണല്ലേ? ഇത് ഡിറൈവ് ചെയ്യാൻ റേ ഓപ്റ്റിക്സ് ക്വസ്റ്റൻ ആണ്. എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. 2024, 23 ചോദിച്ചു, 22 ചോദിച്ചില്ല, പിന്നെ 18 ചോദിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ബാക്കി എല്ലാ വർഷങ്ങളും ചോദിക്കുന്നതാണ്, പഠിച്ചു വെച്ചോളാം. ഇൻ്റർഫറൻസിൻ്റെ ആക്ച്വലി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത് ഡെറിവേഷൻ പഠിക്കാനുള്ളതുകൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഡെറിവേഷൻ ഇതിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ഇപ്പോൾ ഡയഗ്രാം വരച്ചിട്ട് ഇതിൻ്റെ ഇക്വേഷൻ എഴുതാൻ പഠിച്ചു വെച്ചോളാം. ദാറ്റ് ഈസ് ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ വൈൻ്റെ ഇക്വേഷൻ, ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ വൈൻ്റെ ഇക്വേഷൻ രണ്ടും എഴുതാൻ വേണ്ടിയിട്ട് ഒന്ന് പഠിച്ചു വെച്ചോളാം. 4 മാർക്സ് വേർത്തായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ചോദ്യമാണ്. ഹൈഗൻസ് പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ ഒന്നെങ്കിൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ അഥവാ സ്നെൽസ് ലോ പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തായാലും വരും. ഇത് എന്തായാലും വരാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വേവ് ഒപ്റ്റിക്സിൽ ഡിലീറ്റ് ചെയ്ത് പോയില്ല, ഓരോ സിലബസ് പോയില്ലേ. ഇൻ്റർഫറൻസിൻ്റെ ഡെറിവേഷൻ പോയി, ഡിഫ്രാക്ഷൻ ഡെറിവേഷൻ പോയി, ബ്രൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കേ പോയി, ഒക്കെ ഡെറിവേഷൻസ് ആയിരുന്നു. അത് പോയി കഴിഞ്ഞിട്ട് ബാക്കി ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് ചോദിച്ചില്ലേ, അതൊന്ന് ചോദിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഹൈഗൻസ് പ്രിൻസിപ്പിളിൻ്റെ ഒന്നെങ്കിൽ റിഫ്ലക്ഷൻ ചോദിക്കും, റിഫ്രാക്ഷൻ ചോദിക്കും. പഠിച്ചു വെച്ചോ, 4 മാർക്ക് ഗ്യാരണ്ടീഡാണ്. ട്രാൻസ്ഫോമറിൻ്റെ എപ്പോഴും ചോദിക്കാറുണ്ട്, മൾട്ടിപ്പിൾ ഇയേഴ്സിൽ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാണ്. ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് ബേസിക്കലി അത് വരച്ച് വെക്കുക. അതിൻ്റെ വർക്കിംഗ് ബേസിക്കലി മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് എഴുതി വെക്കുക. അതിൻ്റെ ഇക്വേഷൻ ഒന്ന് ഡിറൈവ് ചെയ്ത് വെക്കുക. ഓക്കെ, ബേസിക്കലി VS/VP = NS/NP എന്ന് ഡിറൈവ് ചെയ്ത് വെക്കാൻ പറ്റണം. പിന്നെ ലോസസ്, എനർജി ലോസ് മിനിമൈസ് ചെയ്യാനുള്ള മെത്തേഡ്സ് അതും ഇതിൻ്റെ കൂടെ ചോദിക്കുന്നതാണ്. എല്ലാം കൂടി ചേർത്തിട്ടാണ് 4 മാർക്ക് ചോദിക്കാറ്. അപ്പോൾ ഡെറിവേഷൻ പ്യുവർ ആയിട്ടില്ലെങ്കിലും ഇതും കൂടി വരുമ്പോഴാണ് 4 മാർക്ക് വരിക എന്നുള്ളത് ഓർത്ത് വെക്കാം. ബയോട്ട്-സവാർട്ട് ലോൻ്റെ ആപ്ലിക്കേഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്. എന്താണ് ആപ്ലിക്കേഷൻ? സർക്കുലർ കോയിലിൻ്റെ ആക്സിയൽ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡെറിവേഷൻ. മറ്റേ ഈ സാധനമല്ലേ μ0 IR²/2 × x² + r² (3/2) പഠിച്ചു വെച്ചോ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. 4 മാർക്കിന് വരുന്ന ഡെറിവേഷനാണ്. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിന് ഡെഫിനിഷൻ, അതിൻ്റെ എക്സ്പ്രഷൻ, അതിൻ്റെ എക്സ്പ്ലനേഷൻ, ഇൻകൺസിസ്റ്റൻസി ഇൻ ആംബിയർസ് ലോ അതെങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്ന കാര്യം അത് ഡെറിവേഷൻ അല്ല, പക്ഷേ എപ്പോഴും ചോദിക്കുന്നതാണ്. 2 മാർക്കിനാണ്. എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്. 2024, 23, 22, 19, 18, 17 പഠിച്ചു വെച്ചോ, പരീക്ഷ മാർക്ക് കിട്ടും. പിന്നെ ഡെറിവേഷൻ അല്ല വീണ്ടും, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് ഇതിൻ്റെയൊക്കെ ഡിഫറൻസസ് പറയാൻ പറയും. 24, 23, 22, 18, 17 ചോദിച്ചിട്ടുണ്ട്. പഠിച്ചു വെക്കുക. 3 മാർക്സ് ക്വസ്റ്റൻ ആണ്. നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ, വേറെ ഒന്നും പഠിക്കാത്ത അവസ്ഥ വരരുത് ഒബ്വിയസ്ലി, പക്ഷേ വേറെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് പഠിച്ചു വെക്കണം. ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ ഇതെങ്കിലും നിങ്ങൾ ഒന്ന് എക്സ്ട്രാ റിവൈസ് ചെയ്ത് പോയിക്കോളാം. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു 10 ചോദ്യത്തിൽ ഒരു 5 ചോദ്യമെങ്കിലും പരീക്ഷയിൽ വരാനുള്ള പ്രോബബിലിറ്റീസ് ഓൾമോസ്റ്റ് 100%. ഓക്കെ, വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഓൾസോ നന്നായിട്ട് നിങ്ങൾക്ക്
പബ്ലിക് എക്സാമിന് പഠിച്ച് പബ്ലിക് എക്സാമിന് നല്ലൊരു മാർക്ക് വാങ്ങണമെങ്കിൽ ഈ 10 ചോദ്യങ്ങൾ ലിസ്റ്റ് ഒന്നും പഠിച്ചാൽ പോരാ, അവിടെ നന്നായിട്ടൊരു പഠനം വേണം. അതിൽ നമ്മുടെ ക്രാഷ് ബാച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ബാച്ചിൽ ജോയിൻ ചെയ്യണം, താഴെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. തകർത്ത് നമുക്ക് ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടൊരു ഗംഭീര പഠനം പഠിക്കാടോ. അവസാന ഇയറാണ് +2, നമുക്ക് ഇവിടെ പിടിക്കണം. ഓക്കെ, പിന്നെ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, അത്രേ പറയാനുള്ളൂ. ജോയിൻ ചെയ്യണം, താഴെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കമന്റ് ബോക്സിൽ അറിയുക. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം.